വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് പഠിക്കാനുള്ളത് റിഫ്രാക്ഷൻ ഡ്യൂ ടു എ പ്രിസം എന്ന മെയിൻ ഒരു ടോപ്പിക്കും പിന്നെ ലൈറ്റിൻ്റെ രണ്ട് ഫിനോമിനനാണ് ഡിസ്പേർഷനും സ്കാറ്ററിങ്. ആദ്യം നമുക്ക് റിഫ്രാക്ഷൻ ഡ്യൂ ടു എ പ്രിസം പഠിക്കാം. റിഫ്രാക്ഷൻ ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് റേ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, റിഫ്രാക്ഷനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഡെറിവേഷനാണ്. ആ ഡെറിവേഷനിൽ നമ്മൾ ഫൈനലി എത്തുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ എക്സ്പ്രഷനിലാണ്. ആ ലെൻസ് ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, ഗ്ലാസ് ആണ്, അത് ആ മെറ്റീരിയൽ ഓഫ് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷനിലാണ് ഫൈനലി എത്തിച്ചേരുന്നത്. നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ റിഫ്രാക്ഷൻ ഡ്യൂ ടു എ പ്രിസം, ഒരു സെക്ഷൻ ഓഫ് പ്രിസം എടുക്കുന്ന ABC എന്ന് പറയുന്ന സെക്ഷൻ. ഇത് ഇക്വലാറ്ററൽ പ്രിസമാണ് എടുക്കുന്നതെങ്കിൽ അറിയാമല്ലോ, ഇക്വലാറ്ററൽ പ്രിസം എന്ന് പറയുമ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇക്വലാറ്ററൽ പ്രിസം ആണെങ്കിൽ ആംഗിൾ A എന്ന് പറയുന്നത് എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ അപ്പോൾ ഇക്വലാറ്ററൽ പ്രിസം ആണ് എടുത്തിരിക്കുന്നത് വെച്ചു, A എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഫോർ ദ ടൈം ബീങ് നമ്മൾ A എന്ന് തന്നെ ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ ജനറൽ ആയിട്ട് ഒരു പ്രിസമാണെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ A എന്ന് ഇടുകയാണ്. ABC എന്ന് പറയുന്നത് ഒരു പ്രിസത്തിൻ്റെ സെക്ഷനാണ്. നമുക്കിവിടെ ഇൻസിഡൻറ്റ് റേ PQ കാണാം. QR എന്ന് പറയുന്നത് പ്രിസത്തിനകത്തൂടി കടന്നു പോകുന്ന റേ ആണ്. അത് റേ ത്രൂ പ്രിസം എന്ന് പറയും. ഇനി പുറത്തേക്ക് ഇറങ്ങി പോകുന്ന എമേർജ് ചെയ്ത് പോകുന്ന റേ ആണ് RS. ഇപ്പോൾ 3 റേസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? PQ ഇൻസിഡന്റ് റേ, QR റേ ത്രൂ പ്രിസം, RS എമർജന്റ് റേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ I1 എന്നും ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനെ R1 എന്നും മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ഉണ്ട്. നമ്മുടെ ഗ്ലാസ് ലാബിൽ ചെയ്ത പോലെ ഇവിടെ തിരിച്ചാണ് ആംഗിളിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അകത്ത് R2 എന്നും പുറത്ത് I2 എന്നാണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 എന്നും ആംഗിൾ ഓഫ് എമർജൻസ് I2 എന്നും വരാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ലാബിൽ ഇതേപോലെ തന്നെയായിരുന്നു. രണ്ട് സർഫസിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് റിഫ്രാക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇൻസിഡന്റിന്റെ അവിടെ I1 R1 എന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സർഫസ് സെപ്പറേഷനിൽ R2 I2 എന്നാണ് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുന്നു ആസ് എനി ഡെറിവേഷൻ ഓഫ് ഒപ്റ്റിക്സ് ചാപ്റ്റർ. ഡെറിവേഷനിൽ ഏത് ഡെറിവേഷൻ എടുത്താലും നമുക്ക് ഒപ്റ്റിക്സിലാണെന്നുണ്ടെങ്കിൽ റേ ഡയഗ്രാം എന്തായാലും ഉണ്ടാവും. റേ ഡയഗ്രാം കറക്റ്റ് ആകണം, എന്നാലേ ഡെറിവേഷൻ കറക്റ്റ് ആവുള്ളൂ. ഇവിടെ TQRS മാർക്ക് ചെയ്തു. ഇനി നമ്മൾ Q എന്ന പോയിന്റിലും R എന്ന പോയിന്റിലും ഡോട്ടഡ് ലൈനിൽ നോർമൽ വരയ്ക്കാം. നമുക്ക് കാണാം ഈ നോർമലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഞാൻ ഇവിടെ M എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു നോർമൽ, ഇതൊരു നോർമൽ, കൂട്ടിമുട്ടുന്ന പോയിന്റ് M. ഇനി ഇൻസിഡന്റ് റേ ഡയറക്ഷനെ എക്സ്റ്റെൻഡ് ചെയ്തു ഈ ലൈനിൽ, എമർജന്റ് റേ ഡയറക്ഷനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് T എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്കുള്ള ആംഗിൾ ഡെൽറ്റ, സ്മോൾ ലെറ്റർ ഡെൽറ്റയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിൾ ഈ ഡെൽറ്റയാണ്, ഇത് ഡെൽറ്റ. ഇവിടെ നമ്മൾ ഡെൽറ്റ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡെൽറ്റയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. What is angle of deviation എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is angle between the direction of incident ray and the direction of emergent ray. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും എമർജന്റ് റേയുടെ ഡയറക്ഷൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്താൽ ഇതിനിടയ്ക്ക് ഉണ്ടാവുന്ന ആംഗിളിനെയാണ് എന്ന് വിളിക്കുന്നത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. So what is angle of deviation? It is denoted by delta. It is angle between the direction of incident ray and the direction of emergent ray. So that is delta. ഇനി നമ്മളിവിടെ 2-3 ജോമെട്രിക്കൽ റിലേഷൻസ് ട്രയാങ്കിളിലേക്ക് ക്വാഡ്രിലാറ്ററലിലേക്ക് എടുത്തിട്ട് 2-3 ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു. അത് വെച്ചിട്ടാണ് ഫൈനലി നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് എന്നിലേക്ക് വരിക. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ AQMR എന്നിവ പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണ്. AQMR എന്ന ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഏത് ക്വാഡ്രിലാറ്ററിലും ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ A + M, ഇതാണ് ആംഗിൾ A, ഇതാണ് ആംഗിൾ M. AQMR എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ആംഗിൾ A + ആംഗിൾ M നമുക്ക് എന്ത് എഴുതാം? 180 എന്ന് എഴുതാമല്ലോ. ഇനി അടുത്തത് ഒരു ട്രയാങ്കിൾ ആണ്. QMR എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 180 ഡിഗ്രി. അപ്പൊ QMR എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഇത് R1, ഇത് R2, ഇത് പിന്നെ ആംഗിൾ M, അത് മൂന്നും കൂടി 180 ആയിരിക്കുമല്ലോ. സോ യു ക്യാൻ റൈറ്റ് R1 + R2 + ആംഗിൾ M is equal to 180 degree. Now see equations 1 and 2. From equations 1 and 2, see right hand side is 180 degree. What you can do is
Left hand side also you can equate. From equations 1 and 2 you can write angle A plus angle M is equal to R1 plus R2 plus angle M. രണ്ട് സൈഡിലും ആംഗിൾ M വരുന്നുണ്ട്, നമുക്കത് കട്ട് ചെയ്ത് കളയാം. And what remains is angle A is equal to R1 plus R2. ആംഗിൾ A എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയേക്കണേ? R1 plus R2. ആ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, പിന്നീട് ആവശ്യമുള്ളതാണ്, മാർക്ക് ചെയ്ത് അവിടെ നിർത്തുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഏതാ ട്രയാങ്കിൾ? QRT അല്ലെങ്കിൽ QTR എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. ആ ട്രയാങ്കിളിൽ ഇനി ആംഗിൾസ് രണ്ടെണ്ണം നോക്കണം. ഈ ആംഗിൾ ഉണ്ടല്ലോ, TQR എന്ന് പറയുന്ന ആംഗിൾ I1 മൈനസ് R1 ആണ്. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവിടെ എഴുതിയിടാത്തത്. ഏതാണ് ആംഗിള്? ഇത് ഇൻസിഡന്റ് റേ ഡയറക്ഷൻ, ഇത് നോർമൽ. അപ്പൊ ഇത് I1 ആണെങ്കിൽ ഇത് ഫുൾ I1 ആണല്ലോ, അതിൽ ഇത്ര ഭാഗം R1 ആണ്. അപ്പൊ ബാക്കി എത്രയാ? I1 മൈനസ് R1. അതേപോലെ ഇവിടെ ഇത് ഫുൾ I2, അതുകൊണ്ട് ഇതും ഫുൾ I2. ഇത്രയും ഭാഗം R2 ആയതുകൊണ്ട് ഈ ഭാഗം എത്ര വരും? I2 മൈനസ് R2. അപ്പോൾ ട്രയാങ്കിൾ QTRൽ നിന്ന് അല്ലെങ്കിൽ QRT അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ. റിലേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അത് വെച്ചിട്ടാണ് ഈ ഇക്വേഷൻ എഴുതിയേക്കണേ. ഇത് I1 മൈനസ് R1, ഇത് I2 മൈനസ് R2. അപ്പൊ I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2 ഇസ് ഈക്വൽ ടു ഡെൽറ്റ. ഇനി I1 I2 ഒരുമിച്ച് എഴുതാണ്. I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് R1 മൈനസ് R2. അപ്പൊ മൈനസ് കോമൺ എടുക്കാമല്ലോ. മൈനസ് ഓഫ് R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് എഴുതി. ഇനി ഈ R1 പ്ലസ് R2 നമ്മളിവിടെ നേരത്തെ എഴുതി വെച്ചിട്ടില്ലേ, ആംഗിൾ A ആണെന്ന്. R1 പ്ലസ് R2ന്റെ സ്ഥാനത്ത് ആംഗിൾ A എന്നിട്ട് കൊടുക്കുകയാണ്. R1 പ്ലസ് R2ന് പകരം എന്തിട്ടു? A എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? I1 പ്ലസ് I2 മൈനസ് A ഇസ് ഈക്വൽ ടു ഡെൽറ്റ എന്ന് കിട്ടും. ഈ മൈനസ് A ഇപ്പുറം വരുമ്പോൾ എന്താകും? I1 പ്ലസ് I2 ഇസ് ഈക്വൽ ടു A പ്ലസ് ഡെൽറ്റ. ഇപ്പൊ നമുക്ക് I1 പ്ലസ് I2ന് ഒരു ഇക്വേഷൻ ആയി. R1 പ്ലസ് R2ന് നേരത്തെ ആംഗിൾ A എന്ന് കിട്ടി, ഇപ്പൊ I1 പ്ലസ് I2ന് A പ്ലസ് ഡെൽറ്റ എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇനി ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് മാർക്ക് ചെയ്ത് തൽക്കാലം ഇടുന്നു. എന്തിനൊക്കെയാണ്? R1 പ്ലസ് R2ന് A എന്നും A പ്ലസ് ഡെൽറ്റയ്ക്ക് I1 പ്ലസ് I2 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് പ്രിസം. അതിൽ നമ്മൾ ഈ റേ ഡയഗ്രാംസ് ഒരു 6 റേ ഡയഗ്രാംസ് ഡിഫറെന്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനുള്ള ഡിഫറെന്റ് ഡീവിയേഷൻ കണ്ടുപിടിച്ച് വരയ്ക്കും. എന്നിട്ട് ടാബുലേറ്റ് ചെയ്യും. എന്നിട്ട് ഈ കർവ് വരയ്ക്കും, ഈ ഗ്രാഫ് വരയ്ക്കും. ID കർവ് എന്നാണ് ഇതിന്റെ പേര്. എന്താ ID കർവ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, അത് എക്സ് ആക്സിസിലും ഡീവിയേഷൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്ന D അല്ലെ ഡെൽറ്റ, ഇറ്റ് ഇസ് ടേക്കൺ അലോങ് Y ആക്സിസ്. അപ്പൊ ഡെൽറ്റ എന്ന് നമ്മളിവിടെ ഡീവിയേഷൻ ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ D എന്ന ലെറ്ററും ചിലടത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മിനിമം ഡീവിയേഷൻ ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ D എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ID കർവ് എന്നാണ് പറയുന്നത്. അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും കൂടി എടുത്തിട്ട് വരയ്ക്കുന്ന ഗ്രാഫാണ്. ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്, പാരബോളിക് ആണ്. എന്താ ഇതിൽ നിന്ന് മനസ്സിലാവണേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഡീവിയേഷൻ ഏറ്റവും കൂടുതലാണ്. പിന്നീട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്ന അനുസരിച്ച് ഡീവിയേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എത്തുമ്പോൾ അതെന്താ? ഈ മിനിമം വാല്യൂ ആയി, മിനിമം ഡീവിയേഷൻ ആയി. അപ്പൊ അതിനെയാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ D എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ എന്ത് പറ്റും? ഡീവിയേഷൻ വീണ്ടും കൂടി കൂടി പോകും. അപ്പൊ നിങ്ങൾ 6 റേ ഡയഗ്രാംസ് വരച്ചിട്ട് കിട്ടുന്ന ഗ്രാഫ് ഈ ഷേപ്പിലായിരിക്കണം. ഇങ്ങനെ ആദ്യം നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു 5 ഡിഗ്രി വീതം കൂട്ടി 30, 35, 40, 45, 50, 55 എന്ന് പറഞ്ഞിട്ടാണ് വരയ്ക്കണമെങ്കിൽ ഡീവിയേഷൻ ആദ്യം കിട്ടുന്നത് ഏറ്റവും കൂടിയ വാല്യൂ ആയിരിക്കണം. പിന്നെ ഡീവിയേഷൻ കുറഞ്ഞു 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 മിനിമത്തിലെത്തണം. മിനിമം ഏകദേശം 38 ഡിഗ്രിയുടെ അടുത്താണ് വാല്യൂ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കിട്ടുന്നത്. ഒരു 38 ഡിഗ്രി അറൌണ്ട് അതിലടുത്ത് കിട്ടും. എന്നിട്ട് വീണ്ടും ഡീവിയേഷൻ കൂടിപ്പോകും. അപ്പൊ അങ്ങനെ നമുക്ക് ID കർവ് കിട്ടും. ഈ ID കർവ് അതായത് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഈ ഡീവിയേഷൻ ഏറ്റവും മിനിമം ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതാണ് റേ ത്രൂ പ്രിസം എന്ന് പറയുന്നത്. റേ ത്രൂ പ്രിസം ബേസിന് പാരലൽ ആയിരിക്കണം. റേ ത്രൂ പ്രിസം ഷുഡ് ബി പാരലൽ ടു ബേസ് ഓഫ് പ്രിസം. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് അതിനെ എന്ത് പറയണത്? മിനിമം ഡീവിയേഷൻ. സോ വാട്ട് ഇസ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ? The ray through prism should be parallel to the base of prism. ആ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് എമർജൻസി ഈക്വൽ ആവും. അല്ലെങ്കിൽ ഈ റേ ത്രൂ പ്രിസവും ബേസും പാരലൽ ആവുന്ന സമയത്ത് ഈ R1 will be equal to R2. R1 ഉം R2 അവിടെ തുല്യവും ബൈ ജോമെട്രി.
R1 R2 തുല്യമായാൽ R1 R2 പകരം നമുക്ക് സിംപ്ലി R എന്ന് എഴുതാം. അത് രണ്ടും തുല്യമായ തീർച്ചയായിട്ടും എന്തായിരിക്കും I1 ഉം I2 ഉം തുല്യമാകും. അപ്പോ I1 is equal to I2 is equal to I എന്ന് എഴുതാം. അപ്പൊ ID കർവ് നമ്മൾ വരച്ചു കഴിഞ്ഞ് മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഡീവിയേഷൻ ആണ്. അത് മിനിമത്തിൽ എത്തുമ്പോൾ അതിന്റെ പേര് ക്യാപിറ്റൽ D എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നാണ് അത് വിളിക്കുന്നത്. അപ്പൊ അതൊരൊറ്റ വാല്യൂ ആണ്. ആ ക്യാപിറ്റൽ ഡിയിൽ എത്തുമ്പോൾ when delta is equal to capital D, what is the condition? I1 is equal to I2 is equal to I, R1 is equal to R2 is equal to R, because the ray through prism is parallel to the base of the prism. അപ്പൊ ആ കണ്ടീഷൻ ഇവിടെ ഒന്ന് കൊടുത്തു നോക്കാം നമുക്ക്. R1 R2 നും R എന്ന് കൊടുത്താൽ എന്ത് വരും? R plus R. അപ്പൊ എന്താ വരിക? 2R. A is equal to 2R എന്നല്ലേ കിട്ടുക? അതിൽ നിന്ന് R എന്ന് കിട്ടും. R is equal to A by 2. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയേ? A by 2. Now come on to this equation. I1 plus I2 is equal to A plus delta എന്നായിരുന്നു. മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ കൊടുത്തു കഴിയുമ്പോൾ I1 നും I2 നും പകരം I എന്ന് കൊടുക്കും. അപ്പൊ അവിടെ 2I കിട്ടി. പിന്നെ ഡെൽറ്റ എന്തായി മാറും? ക്യാപിറ്റൽ D ആയി മാറും. അപ്പൊ ഇത് എന്താകും? A plus capital D. Now what is I from this equation? I is equal to A plus D by 2. അപ്പൊ R ന് വാല്യൂ ആയി, I ക്കും വാല്യൂ ആയി. I ക്ക് A plus D by 2 എന്നും R ന് A by 2 എന്നും കിട്ടി നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്നെൽസ് ലോ, ബൈ സ്നെൽസ് ലോ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താ സ്നെൽസ് ലോ പറയുന്നത്? N is equal to sin I by sin R. ഇതാണ് സ്നെൽസ് ലോയുടെ ഇക്വേഷൻ. സ്നെൽസ് ലോ says that N, the constant refractive index of second medium with respect to first medium, is equal to sin I by sin R. I ക്കും R ന് നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചില്ലേ? ന്റെ ആറിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ sin A plus D by 2 by sin A by 2. And this is the equation for refractive index of material of prism. ഈ ഇക്വേഷൻ ആണ് ഫൈനലി നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. ഇനി പ്രാക്ടിക്കൽ ചെയ്യുകയാണെങ്കിൽ അതിലും നമ്മൾ ഫൈനലി ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കണ്ടുപിടിക്കുന്നത്. നിയർലി 1.5 എന്ന ആൻസർ കിട്ടേണ്ടത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. സോ വാട്ട്സ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് പ്രിസം? It is N is equal to sin A plus D by 2 by sin A by 2. അത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. A എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇക്വലാറ്ററൽ പ്രിസം ആണെങ്കിൽ എയുടെ വാല്യൂ എന്തെടുക്കാം? 60 എന്നെടുക്കാം. D എന്ന് പറയുന്നത് മിനിമം ഡീവിയേഷൻ ആണ്. നിയർലി 38 ഡിഗ്രി, 38 ഡിഗ്രി ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. A plus D by 2 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനൊരു സൈൻ കണ്ടുപിടിക്കുക. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സൈൻ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ A 60 ആണെങ്കിൽ ഇവിടെ 60 by 2 എത്രയാണ് വരുന്നത്? സൈൻ 30 വരിക. സൈൻ 30യുടെ വാല്യൂ നിങ്ങൾക്ക് 1/2 എന്ന് അറിയാം. അപ്പൊ നേരെ താഴെ ഡിനോമിനേറ്റർ 1/2 എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 2 മുകളിൽ വരും. എന്നിട്ട് ഈ വാല്യൂ കൊണ്ട് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് N ആസ് നിയർലി ഈക്വൽ ടു 1.5. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ട ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി ഇതൊരു സ്മോൾ ആംഗിൾ പ്രിസം ആണെങ്കിൽ, വളരെ ചെറിയ ആംഗിൾ ആണ് A എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വരച്ച ഫിഗർ ഒക്കെ വെറുതെ ആകും. ഇത്രയും വലുതായിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ ഇത്രയും വലുതാക്കി ആംഗിൾ കാണിച്ചേ പറ്റുള്ളൂ. നമുക്ക് അല്ലാണ്ട് നമുക്ക് അത് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ട് വലുതാക്കി വരച്ചു എന്നുള്ളത്. വളരെ ചെറിയ ആംഗിൾ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തീറ്റ ഇസ് വെരി സ്മോൾ, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അങ്ങനെ ആണെങ്കിൽ ഈ ഇക്വേഷൻ സൈൻ തീറ്റ, തീറ്റ വളരെ ചെറുതാന്നാ പറഞ്ഞത്. അപ്പൊ സൈൻ തീറ്റ എന്തായി മാറും? തീറ്റ എന്നായി മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതാം? N is equal to A plus D by 2 by A by 2 എന്ന് എഴുതാം. ഈ by 2 ക്യാൻസൽ ആയി പോവല്ലോ. പിന്നെ ബാക്കിയുള്ളത് എന്താ? A plus D by A. A by A എന്ന് പറഞ്ഞാൽ എത്രയാ? 1 plus D by A. D എന്നുള്ളത് എന്തിന്റെ ലെറ്റർ ആണെന്ന് നമുക്ക് അറിയാമല്ലോ. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ്. അത് ജനറൽ എക്സ്പ്രഷൻ ആകുമ്പോൾ ക്യാപിറ്റൽ ഡിന് വരെ നമുക്ക് ഡെൽറ്റ എന്നോ സ്മോൾ ഡി എന്നോ എഴുതാം. അപ്പൊ ഈ 1നെ ഇപ്പുറം കൊണ്ടുവന്നാൽ നമ്മൾ N-1 is equal to D by A എന്ന് എഴുതും. അല്ലെങ്കിൽ ഡിക്ക് പകരം ഞാൻ ഡെൽറ്റ എന്നാക്കുകയാണ്. കാരണം മിനിമം ഡീവിയേഷൻ എന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ് ഡി അല്ലെ ക്യാപിറ്റൽ ഡി എന്ന് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. ജനറലി പറയുമ്പോൾ അതിന് ഡീവിയേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡെൽറ്റ എന്ന ലെറ്റർ കൊടുക്കണം, അല്ലെ സ്മോൾ ഡി എന്ന് കൊടുക്കാം. അപ്പൊ ഡെൽറ്റ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഡെൽറ്റ is equal to N-1 into A. And this is a condition for small angle prism. Angle of prism വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ
നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് ഇത്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു എ. എ ഇസ് ദ ആംഗിൾ ഓഫ് പ്രിസം, n ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ഡെൽറ്റ ഇസ് ദ ഡീവിയേഷൻ. അപ്പൊ ഇത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ സ്മോൾ ആംഗിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു വാട്ട് n മൈനസ് 1 ഇൻറ്റു എ എന്നുള്ള ഇക്വേഷൻ സ്മോൾ ആംഗിൾഡ് പ്രിസത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ്. അല്ലാതെ ജനറലി പറയുമ്പോൾ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, പക്ഷേ സ്മോൾ ആംഗിൾഡ് പ്രിസം ആണെങ്കിൽ മാത്രം. ഈക്വലാറ്ററൽ പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്മോൾ ആംഗിൾഡ് പ്രിസം അല്ല, എയുടെ വാല്യൂ 60 ആണ് അവിടെ. ഓക്കെ, പക്ഷേ ഈ റിലേഷനിൽ വേറൊരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. എന്താണെന്നറിയോ? എന്നും ഡെൽറ്റയും തമ്മിലുള്ള ബന്ധം. അതായത് ഡെൽറ്റ എങ്ങനെ ഡീവിയേഷൻ എങ്ങനെ മാറുന്നു അതിനനുസരിച്ചാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും ഈ ഒരു ഇക്വേഷനിൽ. അത് നമുക്ക് ഇവിടെ ഡിസ്പേർഷന്റെ കേസിൽ ആവശ്യം വരും, അതുകൊണ്ടാണ് ഞാൻ അത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. വാട്ട് ഇസ് ദ ഇക്വേഷൻ? ഡെൽറ്റ ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു എ. ഓക്കെ, അപ്പൊ ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ പ്രിസത്തിൽ കൂടി പറയാനുള്ളത്. ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ഡെറിവേഷനാണ്. ഇനി നമുക്ക് രണ്ട് ഫിനോമിനൻ ഓഫ് ലൈറ്റും കൂടി പരിചയപ്പെടാം. ഡിസ്പേർഷൻ ആണ് ആദ്യത്തേത്. ഡിസ്പേർഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. വാട്ട് ഇസ് ഡിസ്പേർഷൻ? ഒരു പ്രിസത്തിലൂടെയോ ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ നമ്മുടെ റെയിൻബോ കളേഴ്സ് നമുക്ക് അറിയാം എന്തൊക്കെയാണ്. 7 കളേഴ്സ് ഏതൊക്കെയാ? വിബ്ജിയോർ നമ്മൾ പറയും. ഏതൊക്കെയാണ്? വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് ഓർഡർ. അപ്പൊ ആ കളേഴ്സിന് വിബ്ജിയോറിന്റെ സ്പെല്ലിംഗ് അറിയണം. VIBGYOR. അതാണ് ആ ഓരോ ലെറ്ററും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളർ ഏതാണെന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറയുന്നത് ഏകദേശം ഒരേ ടൈപ്പ് കളേഴ്സ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ബ്ലൂ റീജിയൻ എന്ന് പറയും. നടുക്ക് നിൽക്കുന്നത് ഗ്രീൻ ആണ്. ഗ്രീൻ കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കുള്ളത് വയലറ്റ്, ഓറഞ്ച്, റെഡ്. അവയെല്ലാം റെഡ് റീജിയൻ കളേഴ്സ് ആണ്. ഇതിന്റെ വേവ് ലെങ്ത് വരുന്നത്, വേവ് ലെങ്ത് കൂടുകയാണ് മുകളിലേക്ക്. വയലറ്റിനാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത്, പിന്നെ ഇൻഡിഗോ, പിന്നെ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ആർക്കാണ്? റെഡിന്. നമ്മൾ റേഞ്ച് പഠിച്ചിട്ടുള്ളതാണ് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണ് വിസിബിൾ ലൈറ്റിന്റെ, അതായത് വിബ്ജിയോറിന്റെ വേവ് ലെങ്ത് റേഞ്ച്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 400 നാനോമീറ്റർ ആർക്ക് ആപ്ലിക്കബിൾ? വയലറ്റിന്. ഏറ്റവും കൂടിയത് 700 നാനോമീറ്റർ റെഡിന് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രിസത്തിലൂടെ ഈ വൈറ്റ് ലൈറ്റ് കടന്നു പോകുമ്പോൾ ഇങ്ങനെ 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ സ്പ്ലിറ്റിംഗ് അപ്പിന് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ. സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് വൈറ്റ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ത്രൂ പ്രിസം ഇൻടു 7 കളേഴ്സ്. പ്രിസം എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത പ്രിസം തന്നെ ആവണം എന്നില്ല. ആ പ്രിസത്തിനെ പോലെ ആക്ട് ചെയ്യുന്നത് എന്തും ആവാം. അതാണ് നേച്ചറിൽ നമ്മൾ കാണുന്ന റെയിൻബോയിൽ സംഭവിക്കുന്നത്. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പ്രിസം പോലെ ആക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഈ സ്പ്ലിറ്റിംഗ് അപ്പ് നടന്നിട്ട് നമ്മൾ ഈ റെയിൻബോ കളേഴ്സ് എന്ന് പറയുന്ന ഈ 7 കളേഴ്സ് ആർക്ക് പോലെ കണ്ടിട്ട് അതിനെ നമ്മൾ റെയിൻബോ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യലി നമുക്ക് ലാബിൽ അത് ചെയ്യാൻ പറ്റും, പ്രിസത്തിലൂടെ കടത്തി വിട്ടിട്ട്. ഇതിന്റെ ചെറിയ മിനിയേച്ചർ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പ്ലാസ്റ്റിക് സ്കെയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ കൂടി സൺലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുവിധം ഈ റെയിൻബോ എല്ലാ കളേഴ്സും കണ്ടില്ലെങ്കിലും ചെറിയതായിട്ട് കളർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ ആയിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ നല്ല സ്പ്ലിറ്റിംഗ് നമുക്ക് പ്രിസത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. നേക്കഡ് ഐയിൽ വളരെ കുറച്ചേ കാണാൻ പറ്റുള്ളെങ്കിലും നമ്മുടെ ഓപ്റ്റിക്കൽ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന സ്പെക്ട്രോമീറ്റർ പോലെയുള്ള ഡിവൈസസ് ഉണ്ട്. അതിൽ വെച്ചിട്ട് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ വൈറ്റ് ലൈറ്റിനെ 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സ്പെക്ട്രം ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് വാട്ട് യു കോൾ ആസ് ഡിസ്പേർഷൻ. ഇവിടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള വയലറ്റിനും ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ഉള്ള റെഡിന്റെയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതേ ഓർഡറിലായിരിക്കും. ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് വയലറ്റിനും ഏറ്റവും കൂടിയ വേവ് ലെങ്ത് റെഡിനുമാണ്. ഇടയ്ക്കുള്ള കളേഴ്സിന്റെ ഓർഡർ നിങ്ങൾക്ക് അറിയാം, അതനുസരിച്ച് ഓർഡർ എടുത്താൽ മതി. പിന്നെ വേവ് ലെങ്ത് നോക്കിക്കേ, വയലറ്റിന് മിനിമം ആണ്, റെഡിന് മാക്സിമം ആണ്. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഇൻസിഡന്റ് റേ എന്തോരം ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നോക്കിക്കുക ആർക്കാ? ഇവിടെ വയലറ്റിനല്ലേ. ഏറ്റവും കുറവ് ഡീവിയേഷൻ ആർക്കാ? റെഡിനാണ്. ഇങ്ങനെ വരുന്ന ആള് നേരെ പോയാലാണ് ഡീവിയേഷൻ ഇല്ലാത്തത്. പക്ഷെ അങ്ങനെ പോണതിന് പകരം ഇത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് പോയ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ. അപ്പൊ നമ്മൾ എഴുതും, ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതെല്ലാം ഓർമ്മയിൽ വന്നോളും. താഴേന്ന് മുകളിലേക്കാണ് നമ്മൾ വയലറ്റ് ഇൻഡിഗോ എന്ന് എഴുതി പോകുന്നതെന്നുള്ളത് ഓർക്കുക. ഏറ്റവും താഴത്ത് എഴുതിയിരിക്കുന്ന വയലറ്റിനാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത് എന്ന് ഓർക്കുക. പടം കാണുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ആർക്കാണ്? ഈ വയലറ്റിനാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ഡീവിയേഷൻ വന്നത്. ഡീവിയേഷൻ മാക്സിമം ആണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം സ്മോൾ ആംഗിൾ പ്രിസത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ ഇസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു എ.
ആ ഇക്വേഷൻ പ്രകാരം എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി അതേപോലെ എങ്ങനെയാണോ ഡെൽറ്റ ഡീവിയേഷൻ വേരി ചെയ്ത് അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും. നമ്മളിപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആണ്, ഗ്ലാസിന് 1.5 ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അത് നോർമലി ഒരു ഒറ്റ വേവ് ലെങ്ത് കളർ ലൈറ്റിനോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ലൈറ്റിനാണ്. ഇതേപോലെ 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കേസിൽ ഓരോ കളറിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. വേവ് ലെങ്ത്തിന് വ്യത്യാസം വരുന്ന അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം വരും. അപ്പൊ ഡീവിയേഷൻ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വയലറ്റിന് ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ വരുന്നത് വയലറ്റ് കളേർഡ് ലൈറ്റിലായിരിക്കും. സോഡിയം വേപ്പർ ലാമ്പ് ഒക്കെ ഇങ്ങനെ ഓരോ സ്പെസിഫിക് കളേർഡ് യെല്ലോ കളേർഡ് ലൈറ്റിനെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ സ്പെസിഫിക് കളറുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാംപ്സ് ഉണ്ട്, സോഴ്സസ് ഉണ്ട്. അപ്പൊ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരി ചെയ്യുന്നത് എങ്ങനെ അടിസ്ഥാനമാക്കിയ ഡീവിയേഷൻ അടിസ്ഥാനം അല്ലെങ്കിൽ വേവ് ലെങ്തിനെ അടിസ്ഥാനമാക്കി എന്ന് പറയാം. കാരണം വേവ് ലെങ്തും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് കോഷ്യസ് ഫോർമുല എന്ന് പറഞ്ഞ റിലേഷൻ ആണ്. ആക്ച്വൽ റിലേഷൻ എന്താന്ന് ചോദിച്ചാൽ n is equal to a plus b by lambda square plus c by lambda raised to 4 ഇങ്ങനെ പ്ലസ് എക്സെട്ര ആണ്. അതാണ് ശരിക്കുള്ള റിലേഷൻ. ആ റിലേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ആ റിലേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? n is inversely proportional to lambda എന്ന് പറയാം. അതായത് വേവ് ലെങ്ത് കൂടിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. തിരിച്ചു അപ്പൊ എങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? വേവ് ലെങ്ത് കുറഞ്ഞപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലേ ചെയ്തേ, വേവ് ലെങ്ത് കൂടിയപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയല്ലേ ചെയ്തേ. അപ്പൊ ഇത് ഈ ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഡിസ്പേർഷനിൽ അത്രയൊക്കെ കാര്യങ്ങളെ നമുക്ക് ഇപ്പോൾ ഇവിടെ പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്. 2-3 പോയിന്റ്സ് അതിനകത്തുള്ളൂ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്കാറ്ററിംഗിൽ ഉള്ളത്. സ്കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു ലോയാണ്, റാലേസ് സ്കാറ്ററിംഗ് ലോ എന്ന് പറയും. റാലേസ് സ്കാറ്ററിംഗ് ലോ. അപ്പൊ സ്കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലോ കോട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അത് ലോയിൽ പറയുന്ന വേറൊന്നുമല്ല. ഈ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെ സൺലൈറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ കുറേ പാർട്ടിക്കിൾസിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും അങ്ങനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് എല്ലാ പാർട്ടിക്കിൾസിലും തട്ടി ചിന്നി ചിതറത്തില്ല. അങ്ങനെ ചിതറി പോകുന്നതിനാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പാർട്ടിക്കിൾസിലും തട്ടില്ല. ഈ എല്ലാ പാർട്ടിക്കിൾസും തട്ടും. പക്ഷെ ഇവിടെ സ്കാറ്ററിംഗ് എന്ന് എക്സാക്ട്ലി മീൻ ചെയ്യുന്നത് ഏതിനെയാന്ന് വെച്ചാൽ പാർട്ടിക്കിളുടെ സൈസ് വളരെ ചെറുതായിരിക്കണം എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഓർഡർ ഓഫ് ലൈറ്റ് എന്നാ പറയുന്നത്. ലൈറ്റിന്റെ വേവ് ലെങ്ത് ഓർഡറിൽ ആയിരിക്കണം പാർട്ടിക്കിളിന്റെ സൈസ്. അത്രയും കുഞ്ഞു സൈസിലുള്ള പാർട്ടിക്കിൾസിൽ തട്ടി ചിതറി പോകുന്ന കേസിൽ മാത്രമാണ് നമ്മുടെ റാലേസ് സ്കാറ്ററിംഗ് ലോ ഒബേ ചെയ്യേണ്ടത്. അപ്പൊ റാലേസ് സ്കാറ്ററിംഗ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ 4th പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് I is proportional to 1 by lambda raised to 4. I എന്താണ്? ഇന്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ്. അപ്പോൾ ഒരു ലൈറ്റിന്റെ വേവ് ലെങ്ത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് അവിടെ സ്കാറ്ററിംഗ് സംഭവിക്കാന്ന് അർത്ഥം. അപ്പൊ വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ ആൾക്കായിരിക്കും എന്താണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് ഉണ്ടാവുക. നമ്മൾ പഠിച്ചു ഏതാണ് ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ആളാരാണ്? വയലറ്റ്. ബ്ലൂ റീജിയനിലുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആണ് കളേഴ്സ് ആണ് ഏറ്റവും ഷോർട്ട് വേവ് ലെങ്ത് കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിംഗ് ഉണ്ടാവുക. ഷോർട്ട് വേവ് ലെങ്ത് കളേഴ്സ് വിൽ ബി സ്കാറ്റേർഡ് മോർ. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് 2-3 റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സ്കൈ എന്ന് പറയുന്ന നോർമലി നമ്മൾ ബ്ലൂ കളർ ഓഫ് സ്കൈ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്ലൂ കളർ വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഡേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പകല് മുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഒരു ബ്ലൂ കളറിലാണ് കാണുക സ്കൈ. ഈ സ്കൈ തന്നെയാണ് രാത്രി നമ്മൾ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അപ്പൊ ആക്ച്വലി സ്കൈനൊരു കളർ ഇല്ല. നമ്മൾ എന്താണ് ഈ സ്കൈ ബ്ലൂ എന്ന് പറയുന്നത്? ഈ സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾസിൽ തട്ടി ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് സ്കാറ്റർ ചെയ്ത് പോകുന്നത് കൊണ്ട് അതിന്റെ കളേഴ്സ് ആ വൈറ്റ് ലൈറ്റ്, സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ലൈറ്റ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദി 7 കളേഴ്സ്. അപ്പൊ ആ 7 കളേഴ്സിലെ ഷോർട്ട് വേവ് ലെങ്ത് കളേഴ്സ് സ്കാറ്റർ ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എല്ലാം കൂടി തട്ടി പാർട്ടിക്കിൾസിൽ തട്ടി കാണുന്നതാണ് ഈ സ്കൈ ബ്ലൂ എന്ന് പറയുന്ന കളർ. അപ്പൊ അതിന്റെ റീസൺ എന്താ നമ്മൾ എഴുതേണ്ടത്? ഷോർട്ട് വേവ് ലെങ്ത് കളേഴ്സ് get scattered easily by Rayleigh's scattering law, which is ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ നമുക്കൊന്നും പഠിക്കാനില്ല. നമ്മൾ ഈ റിലേഷൻ മാത്രം എഴുതണം, കോട്ട് ചെയ്യണം. അക്കോർഡിംഗ് ടു Rayleigh's scattering law, I is proportional to 1 by lambda raised to 4, where I is the intensity of scattered light. ഇതേ റീസൺ തന്നെയാണ് നമുക്ക് സൺസെറ്റിന് സൺറൈസിന്റെ സമയത്ത് സ്കൈ നിങ്ങൾക്ക് അറിയാം നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ്. സൺസെറ്റിന്റെ ഒക്കെ സമയത്ത്
സണ്ണിൽ നല്ല റെഡിഷ് അപ്പിയറൻസ് ഉണ്ടാവും. പല പല കളേഴ്സ്, ഓറഞ്ച്, റെഡ്, യെല്ലോ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു പെയിന്റിങ്ങിനെക്കാട്ടിലും ഭംഗിയായിട്ടാണ് സ്കൈ അപ്പിയർ ചെയ്യുക മിക്ക ദിവസങ്ങളിലും ഈവനിങ്. ക്ലിയർ ആണ് സ്കൈ എങ്കിൽ. അപ്പൊ അത്രയും റെഡിഷ് അപ്പിയറൻസ് ഹൊറിസണിൽ ഉണ്ടാക്കുന്നത് എന്താണ്? ഇതേ സൺ തന്നെ ഹൊറിസണിൽ എത്തുമ്പോൾ എന്താ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ, അവിടുന്ന് സൺലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ദൂരെ സഞ്ചരിച്ചിട്ടാണ് എത്തുന്നത്. സൺ ഹൊറിസണിൽ എത്തുമ്പോൾ നമ്മളിലേക്ക് സൺലൈറ്റ് വരാനായിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ആ സമയത്ത് എന്തായാലും ആദ്യം സ്കാറ്റർ ചെയ്യപ്പെടുന്നത് ആരാണ്? ബ്ലൂ റീജിയനിലെ കളേഴ്സ് ആണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആണ്. അവരെല്ലാം അങ്ങ് സ്കാറ്റർ ചെയ്ത് പോയിട്ട് നമ്മുടെ ആ റെഡ് റീജിയനിലെ കളേഴ്സ് മാത്രമാണ് നമ്മുടെ കണ്ണിലേക്ക്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ യെല്ലോ, ഓറഞ്ച്, റെഡ് ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു മിക്സ്ചർ ആയിട്ടുള്ള കളേഴ്സ് ആണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ടാണ് സൺസെറ്റും സൺറൈസും സമയത്ത് നമുക്കൊരു റെഡിഷ് അപ്പിയറൻസ് ഹൊറിസണലായിട്ട് തോന്നുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വേണമെങ്കിൽ ചോദിക്കാവുന്നത്, വാട്ട് ഇസ് ദ റീസൺ ഫോർ വൈറ്റ് കളർ ഓഫ് ക്ലൗഡ്സ്? ക്ലൗഡ്സിന് ഈ പറഞ്ഞ കളറൊന്നും ബ്ലൂ റെഡും ഒന്നും ഇല്ലല്ലോ. വൈറ്റ് കളറിൽ എന്ന് വെച്ചാൽ കാർമേഘം അല്ല ഉദ്ദേശിക്കുന്നത്. മഴ വരുമ്പോൾ ഒരു കാർമേഘം, ഒരു ഡാർക്ക് ഗ്രേ കളറാണ് വരുന്നത്. അത് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു കളർ. അല്ലാതെ നമ്മൾ ക്ലിയർ ആയിട്ടിരിക്കുന്ന സമയത്ത് ക്ലൗഡ്സിനെ നോക്കിയാൽ നല്ല പ്യോർ വൈറ്റ് അല്ലെ. അപ്പം അത്രയും വൈറ്റ് ആയിട്ടുള്ള ക്ലൗഡ്സിനെ കാണുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് എന്ന് ചോദിച്ചാൽ, ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ക്ലൗഡ്സ് ഉണ്ടാവുന്നത്. ഈ ക്ലൗഡ്സിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ റാലി സ്കാറ്ററിംഗിലൂടെ കണ്ടീഷൻ ഒബേ ചെയ്യത്തില്ല. അവിടെ എന്താ കണ്ടീഷൻ പറഞ്ഞ? പാർട്ടിക്കിളിന്റെ സൈസ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ഓർഡറിലായാൽ മാത്രമേ റാലി സ്കാറ്ററിംഗ് ലോ ഒബേ ചെയ്യത്തുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ റാലി സ്കാറ്ററിംഗ് ലോ പ്രകാരമാണ് നമ്മൾ പറഞ്ഞത് ഈ ഷോർട്ടർ വേവ് ലെങ്ത് കളേഴ്സ് ആണ് പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോണേ. അല്ല വെച്ചാൽ ഈ പാർട്ടിക്കിൾ സൈസ് വലുതാണെങ്കിൽ ഈ പറഞ്ഞത് ഒബേ ചെയ്യില്ല. എല്ലാ കളേഴ്സും ഒരേപോലെ സ്കാറ്റർ ചെയ്യപ്പെടും. അങ്ങനെ 7 കളേഴ്സ് ഒരേപോലെ സ്കാറ്റർ ചെയ്താൽ എന്ത് കളറായിട്ടേ വരുള്ളൂ? കോമ്പിനേഷൻ ഓഫ് ഓൾ ദി 7 കളേഴ്സ് വിൽ ബി വൈറ്റ് ലൈറ്റ് ഇറ്റ്സെൽഫ്. അതുകൊണ്ട് നമ്മൾ ക്ലൗഡ്സിനെ വൈറ്റ് കളറിൽ തന്നെ കാണും. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് സ്കാറ്ററിംഗിൽ നമുക്ക് പറയാനുള്ളത്. മെയിൻ ആയിട്ട് സ്കാറ്ററിംഗിൽ ഓർക്കേണ്ട ഈ ലോയാണ് റാലി സ്കാറ്ററിംഗ് ലോ, വേർ യു ഹാവ് ടു റിമെമ്പർ ദിസ് എക്സ്പ്രഷൻ I is proportional to 1/λ⁴. പിന്നെ ബ്ലൂ കളർ ഓഫ് സ്കൈ, റെഡിഷ് അപ്പിയറൻസ് ഓഫ് സൺസെറ്റ് ആൻഡ് സൺറൈസ്, പിന്നെ വൈറ്റ് കളർ ഓഫ് ക്ലൗഡ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്കാറ്ററിംഗിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് റിഫ്രാക്ഷനകത്ത് റിഫ്രാക്ഷൻ ഡ്യൂ ടു പ്രിസം, ദെൻ ലൈറ്റിന്റെ 2 ഫിനോമിനൻസ് ആയ ഡിസ്പേർഷനും സ്കാറ്ററിംഗുമാണ് പരിചയപ്പെട്ടത്.